ഞങ്ങളുണ്ടല്ലോ ഒരു കൊച്ചു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാനും എൻ്റെ ഉണ്ണിയും കൂടിയിട്ടുണ്ടല്ലോ ചെറിയൊരു ക്രാഫ്റ്റ് ഏരിയ പഠിച്ച് ചെറിയൊരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. കുറേ ദിവസമായി ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് കുറച്ച് ക്രാഫ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അതൊക്കെ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പം നമുക്ക് ആ റൂമിലേക്ക് പോയാലോ? ഇപ്പൊ കൂട്ടുകാർ ഈ അടച്ചിട്ടിരിക്കുന്നതാണ് കേട്ടോ ഞങ്ങളുടെ മുറി. ഈ മുറിയുടെ ഇവിടെ കുറച്ച് ഒരു ആർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് അമ്മ ചെയ്തതാണ് കേട്ടോ കൂട്ടുകാർ, കുറേ ദിവസങ്ങളായി. നമുക്ക് ഇതാണ് നമ്മുടെ റൂം എന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങൾ ഇതാണ് ഇവിടെ വരുമ്പോൾ ഒരു ബെഞ്ചൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ ഞങ്ങൾ ക്ലീൻ ആക്കിയിട്ട് വെക്കും. അപ്പൊ ഞങ്ങളുടെ ക്രാഫ്റ്റ് ഏരിയ എന്ന് പറയുന്നത് കൂട്ടുകാരെ ഇതാണ് കൂട്ടുകാരെ, ഞങ്ങളുടെ ക്രാഫ്റ്റ് ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ ഞങ്ങൾ ഇരുന്നിട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് കസാരൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതെന്താന്ന് വെച്ചാൽ ഡസ്റ്റ്ബിന്നാണ് കൂട്ടുകാരെ. ഞങ്ങൾ ചെയ്തതിൻ്റെ കുറച്ച് ഡസ്റ്റ്ബിന് പിന്നെ മിഠായി കഴിച്ചതിൻ്റെ ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു കുഞ്ഞ ഡസ്റ്റ്ബിന്നാണ് കേട്ടോ. ഇത് ഈ പെട്ടി നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ചിലപ്പോൾ. എൻ്റെ അച്ഛൻ എനിക്ക് ഗ്ലോബ് ഗിഫ്റ്റ് തന്ന പെട്ടിയാണ് കേട്ടോ കൂട്ടുകാരെ ഇത്. പിന്നെ ഇതാണ് ഞങ്ങളുടെ ക്രാഫ്റ്റ് ഏരിയ. ക്രാഫ്റ്റ് ഏരിയയിൽ ഞങ്ങൾ ഇതാ കുറച്ച് ഇവള് വരച്ചതാണ് കേട്ടോ. ഞങ്ങൾ എയർ ഡ്രോയിങ്ങിൽ നിന്ന് എടുത്തിട്ട് ഇവള് ട്രേസ് എടുത്ത് വരച്ചതാണ്. ഹലോ കിറ്റി, പംകിൻ, പിന്നെ പീക്കാച്ചു, പിന്നെ കുറച്ച് ഫ്ലവേഴ്സ്, പിന്നെ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ലബൂബു, പിന്നെ എന്തോ ഒരു സൈസ് ഡക്ക് വരച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്താ ഒരു ഫ്ലവർ, പിന്നെ ഞാനൊരു ഇവിടെ ഒരു കവായി സ്റ്റിക്കറും കൂടി ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇത് അവൾ ഒട്ടിച്ചതാണ് കേട്ടോ. ഞങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ പോസ്റ്റേഴ്സ് എന്നൊക്കെ വേണമെങ്കിൽ അങ്ങനെ പറയാം. പിന്നെ ഇതാണ് ഞങ്ങളുടെ ക്രാഫ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത്. നമുക്ക് എവിടെ നിന്ന് ഇപ്പോൾ തുടങ്ങും? നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ വരാം. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ കുറച്ച് മുത്തുകൾ പിന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ ആയിട്ടുള്ളതുണ്ട് കേട്ടോ, ഒട്ടിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളത് കുറച്ച് മുത്തുകളൊക്കെ കണ്ടില്ലേ, അതാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ് പോയ നൂലില്ലേ, നൂലിൻ്റെ കുറച്ച് ഇതുണ്ട് കേട്ടോ. എന്ത് ഉണ്ടാ സംഭവം ഉണ്ടാവില്ലേ, നൂല് ചുറ്റണത്, ആ സംഭവം ഉണ്ട് കേട്ടോ. അതൊക്കെ എന്തെങ്കിലും ആവശ്യം ഉണ്ടാവിച്ചിട്ട് വെച്ചതാണ്. പിന്നുള്ളത് കൂട്ടുകാരെ, പിന്നുള്ളതുണ്ടല്ലോ ഇതാ ഈ ഒരു സംഭവമാണ്. ഇത് നമ്മുടെ പെയിൻറ്റിങ് ഡപ്പയാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കണ്ടോ എന്താ റെഡ് ആൻഡ് വൈറ്റ് കളറിലുള്ള കുറച്ച് മുത്തുകളുണ്ട് കേട്ടോ. ഗോൾഡൻ കളറും മുത്തുകളുണ്ട് കേട്ടോ കൂട്ടുകാരെ. ഇത് ഞങ്ങൾ പെയിൻറ്റും ഡപ്പ കഴിഞ്ഞതിൽ നിന്ന് എടുത്തതാണ് കേട്ടോ കൂട്ടുകാരെ. ഇത് ഞങ്ങൾ ഇവിടെയാണ് കേട്ടോ കൂട്ടുകാരെ വെക്കൊരു ക്യൂട്ടിന് വേണ്ടിയിട്ട്. പിന്നെ ഇത് കുറച്ച് ബട്ടർ പേപ്പറാണ് കേട്ടോ. പിന്നെ ഉള്ളത് എന്ന് പറയുന്നത് ഇത് ഞങ്ങൾ ക്രയോൺസ് പൊടിച്ച് വെച്ചതാണ് കേട്ടോ കൂട്ടുകാരെ, എന്തെങ്കിലും ആർട്ടിന് വേണ്ടിയിട്ട്. പിന്നുള്ളത് നമ്മുടെ സ്റ്റാപ്ലയറാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാവർക്കും അറിയേണ്ടതാണ് സ്റ്റാപ്ലയർ എങ്ങനെ യൂസ് ചെയ്യാന്നൊക്കെ. പിന്നെ ഞങ്ങളൊരു പശയാണ് കേട്ടോ. ഇത് സത്യം പറയുകയാണെന്ന് വെച്ചാൽ ഈ ആർട്ടിന് വേണ്ടിയിട്ടുള്ള പശ അല്ല, ഇത് ഞങ്ങളുടെ ഈ ഡ്രസ്സിലൊക്കെ ഈ സ്റ്റോൺസൊക്കെ പിടിപ്പിക്കില്ലേ അപ്പം യൂസ് ചെയ്യണ പശയാണ് കൂട്ടുകാരെ. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ആകെ ഈ ഒരു പശ എടുത്ത് വെച്ചിട്ടാണ് ഞങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. പിന്നുള്ളത് എന്താണെന്ന് വെച്ചാണ്ടല്ലോ ഇവിടെ ഒരു സ്പോഞ്ച് ഉണ്ട്, ബ്ലാക്ക് കളർ സ്പോഞ്ച്, അതിൻ്റെ ഒരു സെറ്റ് ഉണ്ട്. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ കൂട്ടുകാരെ. ഒരു വാട്ടർമെലൺ ടീമിലുള്ള ഒരു കുഞ്ഞ് നെയിൽ സ്ലിപ്പാണ് കേട്ടോ കൂട്ടുകാരെ, കണ്ടോ. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയൊരു കുഞ്ഞ് ബുക്കാണ് കേട്ടോ കൂട്ടുകാരെ. കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന്. ഞാൻ അതിൽ കുറച്ച് കവായി സ്റ്റിക്കേഴ്സും കുറച്ച് ഇതൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. കൂട്ടുകാരെ അവിടെ കുറച്ച് എന്താ ഇതൊക്കെ എഴുതിയിട്ട്, ഇതൊക്കെ നമ്മുടെ ബുക്കിൻ്റെ ബാക്കിലുണ്ടാവുന്നതാണ് കേട്ടോ കൂട്ടുകാരെ. അതൊക്കെ ഞാൻ വെട്ടിയെടുത്തിരിക്കുന്നതാണ്, കണ്ടില്ലേ. ഇതിലൊക്കെ ഞാൻ കവായി സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ. പിന്നെ അത് കുറച്ചൊക്കെ ജേർലിങ്ങും ചെയ്തിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ. ഞാൻ കണ്ടോ ഐ ലവ് റെഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ജേർലിങ് ജസ്റ്റ് ചെയ്തതാണ്. പിന്നെ ജസ്റ്റ് ഒരു തോട്ട് പോലെ ഞാൻ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ കൂട്ടുകാരെ ഞാൻ നിങ്ങൾക്കൊരു കുട്ടി ടാസ്ക് തരാം. ഞാൻ ഈ ബുക്ക് കാണിച്ചു തന്നില്ല, ഇതിലൊക്കെ എത്ര കവായി സ്റ്റിക്കേഴ്സ് ഉണ്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. ആരാണ് കറക്റ്റായിട്ട് പറഞ്ഞാക്കണെന്ന് വെച്ചാൽ ഞാൻ പിൻ ചെയ്ത് വയ്ക്കാം. പിന്നെ എൻ്റെ ഉണ്ണി വരച്ച കുറച്ച് നെയിൽ സ്ലിപ്പുകളും ഉണ്ട് കേട്ടോ കൂട്ടുകാരെ, നമുക്ക് മാറ്റി വെച്ചേക്കാം. കണ്ടോ ഇത് അവളുണ്ടാക്കിയ നെയിൽ സ്ലിപ്പാണ് കൂട്ടുകാരെ. കുറച്ച് ഫ്ലവേഴ്സിൻ്റെ ഫുള്ള് ഫ്ലവേഴ്സാണ് കേട്ടോ കൂട്ടുകാരെ, കണ്ടില്ലേ. പിന്നെ ഇതെന്തോ ഒരു ലവ് കളർ ഫ്ലവറൊക്കെയാണ് കേട്ടോ കൂട്ടുകാരെ. പിന്നെ ഇതാണ് എനിക്ക് നല്ല ഇഷ്ടമായത് കേട്ടോ കൂട്ടുകാരെ, ഒരു റെയിൻബോ ടീമിൽ ഹാർട്ടൊക്കെ ഉള്ളത് എനിക്ക് വളരെയധികം ഇഷ്ടമായി. പിന്നൊക്കെ സാധാരണ പോലത്തൊക്കെ തന്നെ കുട്ടികളൊക്കെ ഉണ്ടാക്കണ പോലെ തന്നെ ഇവിടെ കുട്ടി തന്നെയാണ്. പിന്നെ ഇത് വീണ്ടും അങ്ങനെ തന്നെ. ഇത്രയേ ഉള്ളൂ ക്രാഫ്റ്റ് ഞങ്ങൾ ചെയ്തു വെച്ചത്.
ഇനി നമുക്ക് നേരത്തെ കണ്ടതിൻ്റെ പിന്നെ കൂട്ടുകാരെ ഒരു ബുക്കും കൂടി ഉണ്ട് ഇട്ടത് അവൾ ഉണ്ടാക്കിയതാണ്. ഇതിൽ കവായി സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇതിൽ അങ്ങനെ പ്രത്യേകിച്ചിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അത് നോർമൽ ബുക്ക്. പിന്നെ ഞാൻ ഉണ്ടാക്കിയൊരു ബുക്കുണ്ട്, അത് ഞാൻ കാണിച്ചു തരാട്ടെ. പിന്നെ ഈ ഒരു ബോക്സ് കണ്ടോ കൂട്ടുകാരെ, ഈ ബോക്സിൻ്റെ ഉള്ളിലും കുറച്ച് സംഭവങ്ങളുണ്ട്. ഈ ബോക്സിൻ്റെ ഉള്ളിലാണ് ഞാൻ ഉണ്ടാക്കിയ ബുക്ക് കണ്ടോ കൂട്ടുകാരെ. ഞാൻ ജസ്റ്റ് ഒരു പ്ലെയിൻ പേപ്പറിൽ ഇത്രേ ഇതാക്കിയിട്ടുള്ളൂ കണ്ട. ഇത് നോർമൽ പേജസ് പോലെ തന്നെയാണ് കണ്ടോ, ഒന്നും അധികം ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ വേറെ ഈ ബോക്സിലായിട്ട് വരുന്നത് ഇതൊരു സൈസ് തുണിയാണ് കേട്ടോ കൂട്ടുകാരെ. തുണിയല്ല, കർച്ചീഫ് കണ്ടോ, കർച്ചീഫ്. പിന്നെ ഞങ്ങൾ കുറച്ച് കോട്ടൻ്റെ ഈ എന്താ പറയുക, മുത്ത് പോലെ തന്നെ എന്തോട്ടെ സംഭവം, കോട്ടൺ ബോൾസ് കേട്ടോ കൂട്ടുകാരെ, അങ്ങനത്തെ കുറച്ച് സംഭവമുണ്ട്. പിന്നെ ക്രയോൺസ് ഉണ്ട്, പിന്നെ ഇറേസർ, പിന്നെന്താ സ്കെയിലുണ്ട്, പെന്നുണ്ട്. പിന്നെ പെന്നിൻ്റെ ട്യൂബാണ് കേട്ടോ കൂട്ടുകാരെ അതിൻ്റെ ഇടയിലുള്ളത്. കാണിച്ചുതരാം. പെന്നിൻ്റെ ട്യൂബും ഉണ്ട് കേട്ടോ കൂട്ടുകാർ. ഇത് എന്തെങ്കിലും ഒട്ടിക്കാനൊക്കെ വരുമ്പോൾ ഇതാക്കുന്നത്. പിന്നെ ഉള്ളത് പെൻസിലാണ്. ഇത്രയാണ് ഈ ബോക്സിലുള്ളൂ. പിന്നെ ഉള്ളത് എന്ന് പറയുന്നത് സിസേഴ്സാണ്. ഇതെല്ലാ ആർട്ടിസ്റ്റിൻ്റെ കയ്യിലും എല്ലാവരുടെ കയ്യിലും എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയി ഉണ്ടാവുന്നതാണ്. ആർട്ടിസ്റ്റുകളുടെ കയ്യിലാണ് കൂടുതലായിട്ടുണ്ടാവുക സിസേഴ്സ്. പിന്നെ നമ്മളുടെ ഈ ഒരു പേഴ്സിൻ്റെ ഉള്ളിൽ കുറച്ച് ഷേപ്സുകളാണ് കേട്ടോ കൂട്ടുകാരെ. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഇതാണ് കേട്ടോ ഷേപ്സ്. ഇതാ കാണിച്ചുതരാം. ഇത് ബ്ലോ പെന്നൊക്കെ വാങ്ങണവർക്ക് അറിയുണ്ടാവുക, അവർക്ക് കിട്ടും കുറച്ച് ഷേപ്സ്, അനിമൽസ് ഇങ്ങനത്തെ ഒക്കെ കേട്ടോ. അതാണ് കേട്ടോ കൂട്ടുകാർ ഇതിൻ്റെ ഉള്ളിലുള്ളത് കണ്ടില്ലേ. പിന്നെ ഉള്ളത് പറയുന്നത് നമ്മുടെ പിസ്തത്തൊണ്ടാണ് കേട്ടോ കൂട്ടുകാരെ. പിസ്തത്തൊണ്ട് കണ്ട കുറച്ചൊക്കെ ഞങ്ങൾ കളർ ചെയ്തതുകൊണ്ട് കളർ ചെയ്യാത്തതുണ്ട്. ഇതിന് ഞങ്ങൾ കളർ ചെയ്യാൻ വേണ്ടി പോകണമെന്നാണ് കേട്ടോ കൂട്ടുകാർ ഈ പിസ്തത്തൊണ്ടിന്. പിന്നെ കളർ ചെയ്തത് എന്ന് പറയുന്നത് ഇതാണ് കണ്ട, ഒരെണ്ണം ഇങ്ങനെ, പിന്നെ വേറെ അങ്ങനെ കുറേ ചെയ്തിട്ടുണ്ട്. കുറച്ചൊന്നും ഞങ്ങൾ ചെയ്യാതിരിക്കുന്നുണ്ട്. ഇത് ഞാൻ ചെയ്തതാണ് കേട്ടോ കൂട്ടുകാരെ. ഇതിൻ്റെ ഉള്ളിലും ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഈ കവറിൻ്റെ ഉള്ളിൽ ഇത്രയേ ഉള്ളൂ. പിന്നെ വേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ ഇതൊരു സൈസ് മാറ്റാണ് കേട്ടോ. ഇങ്ങനത്തെ ബാറ്റ് കണ്ടില്ലേ, ഇങ്ങനത്തെ ബാറ്റാണ് കേട്ടോ. ഞങ്ങൾ പെയിൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ നിലത്ത് വിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ വേണ്ടത് ബ്ലോ പെന്നാണ് കേട്ടോ കൂട്ടുകാരെ. കണ്ടോ ബ്ലോ പെന്ന്. പിന്നെ ബ്ലോ പെന്നാണ് ഇത് കാണിച്ചു തന്നില്ല. ഇതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ ജസ്റ്റ് കാണിച്ചു തരാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ജസ്റ്റ് കണ്ടില്ലേ. ഇത് ഞാൻ തൃശ്ശൂർ എക്സിബിഷന് പോയപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ സ്കെച്ച് ഇട്ടിട്ട് നമ്മൾ ഇവിടെ നിന്ന് കാണിച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് വരും, ഇങ്ക് വരും കേട്ടോ കൂട്ടുകാരെ. അതാണ് ബ്ലോ പെൻ എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾ കുറച്ച് സ്കെച്ച് എടുത്തിട്ടുണ്ട് കണ്ടോ കൂട്ടുകാർ. പിന്നെ മെയിനായിട്ട് ഞങ്ങളുടെ കയ്യിലുള്ളത് കവായി സ്റ്റിക്കേഴ്സ് ആണ് കൂട്ടുകാരെ. കണ്ടോ 2 ഷീറ്റ് കവായി ഉണ്ട്. ഒരു ഷീറ്റ് പകുതി ആയിട്ട് കൂട്ടുകാരെ കവായി സ്റ്റിക്കർ. പിന്നെ 2 നോർമൽ സ്റ്റിക്കേഴ്സും ഉണ്ട് കേട്ടോ. ഇതൊരു പാണ്ട ടീമിൽ വന്നതാണ് കേട്ടോ, ക്യൂട്ട് പാണ്ട ടീമിൽ വന്നതാണ്. പിന്നെ ഹലോ കിറ്റി ടീമിൽ ഇതിൻ്റെ ഉണ്ണിയാണ്. പാണ്ട ഇന്ത്യയാണ് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ ഞങ്ങളുടെ ഈ ക്രാഫ്റ്റ് ഏരിയയിലുള്ളത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ട് കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ ക്രാഫ്റ്റ് ഏരിയ ഇഷ്ടമായിട്ട് കമൻറ്റിൽ ലവ് ചിഹ്നം ഇടുക. അപ്പോൾ വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ വന്നതാണ്. അപ്പോൾ ബൈ ബൈ.